ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ ജലപാതകളിൽ ഒന്നായ ഹോർമുസ് കടലിടുക്ക് വീണ്ടും ആഗോള യുദ്ധഭീതിയുടെ നിഴലിലായിരിക്കുകയാണ്. ഇറാന്റെ നിയന്ത്രണങ്ങളും അമേരിക്കയുടെ പ്രത്യാക്രമണ ഭീഷണികളും മേഖലയെ ഒരു അഗ്നിപർവ്വതത്തിന് മുകളിൽ എന്ന പോലെ നിർത്തിയിരിക്കുന്നു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ സഖ്യകക്ഷികൾക്ക് നൽകിയിരിക്കുന്ന അന്ത്യശാസനവും നാറ്റോ സഖ്യത്തിന്റെ ഭാവി സംബന്ധിച്ച മുന്നറിയിപ്പുകളും അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഹോർമുസ് കടലിടുക്ക് ഇത്രത്തോളം പ്രധാനമാകുന്നതെന്ന് ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ക്രൂഡ് ഓയിലിന്റെ ഏകദേശം 1/3 ഭാഗവും കടന്നു പോകുന്നത് പേർഷ്യൻ ഗൾഫിനെയും ഒമാൻ ഉൾക്കടലിനെയും ബന്ധിപ്പിക്കുന്ന ഒരു ചെറിയ പാതയിലൂടെയാണ്. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്, ഇറാഖ് എന്നീ രാജ്യങ്ങളുടെ എണ്ണ കയറ്റുമതിയുടെ പ്രധാന വഴി ഇതാണ്. ഈ വഴി തടസ്സപ്പെടുകയെന്നാൽ ആഗോള സമ്പദ് വ്യവസ്ഥയുടെ നട്ടലൊടിക്കുക എന്നാണ് അർത്ഥം. ഇറാൻ ഈ പാതയിൽ നിയന്ത്രണം കടുപ്പിക്കുമ്പോൾ അത് കേവലം അമേരിക്കയെ മാത്രമല്ല, ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിക്കാണ് വഴിയൊരുക്കുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ വിദേശ നയം എപ്പോഴും അമേരിക്ക ഫസ്റ്റ് എന്നതായിരുന്നു. ഹോർമൂസ് വിഷയത്തിൽ അദ്ദേഹം ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാടും ഇതിന് വിരുദ്ധമല്ല. യൂറോപ്യൻ രാജ്യങ്ങൾക്കും നാറ്റോ സഖ്യത്തിനും അദ്ദേഹം നൽകിയിരിക്കുന്ന താക്കീത് ലോകരാഷ്ട്രങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ്. റഷ്യയുമായുള്ള യുദ്ധത്തിൽ യുക്രൈനെ സഹായിക്കാൻ അമേരിക്ക കോടിക്കണക്കിന് ഡോളർ ചെലവഴിച്ചു. എന്നാൽ അമേരിക്കയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കേണ്ടി വരുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ മൗനം പാലിക്കുന്നത് എന്നതാണ് ട്രംപിന്റെ പ്രധാന പരിഭവം. ഹോർമുസിൽ ഇറാനെ സൈനിക സഹായം നൽകുന്നില്ലെങ്കിൽ നാറ്റോയുമായുള്ള ബന്ധം വിച്ഛേദിക്കുമെന്ന സൂചനയാണ് അദ്ദേഹം നൽകുന്നത്. വർഷങ്ങളായി അമേരിക്കയുടെ സൈനിക ഔദാര്യത്തിലാണ് യൂറോപ്പിന്റെ സുരക്ഷ നിലനിൽക്കുന്നതെന്ന് ട്രംപ് ഓർമ്മിപ്പിക്കുന്നു. സഹകരിക്കാത്ത പക്ഷം നാറ്റോയുടെ ഭാവി അപകടത്തിലാക്കുമെന്ന ട്രംപിന്റെ പ്രസ്താവനയെ പല നയതന്ത്രജ്ഞരും ഒരു കൊച്ചുകുട്ടിയുടെ വാശിയായാണ് വിശേഷിപ്പിക്കുന്നത്.